എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം 5:6 നീതിയെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. മത്തായി 5:6 നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പർവ്വതനിരയിലെ ഒരു വലിയ ജനക്കൂട്ടത്തിന് യേശു നൽകിയ പഠിപ്പിക്കലുകളുടെ ഒരു ശേഖരമായ ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ഈ വാക്യം. ഗിരിപ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ യേശു പറഞ്ഞ അനുഗ്രഹങ്ങളിൽ ഒന്നാണിത്. ദൈവരാജ്യത്തിലെ പൗരന്മാരുടെ സ്വഭാവ ഗുണങ്ങളും മനോഭാവങ്ങളും ഇവിടെ വിവരിക്കുന്നു. അവ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് പ്രോത്സാഹനവും മാർഗനിർദ്ദേശവുമായി വർത്തിക്കുന്നു. ഗിരിപ്രഭാഷണത്തിലെ അതിപ്രധാനമായ വചനങ്ങളിൽ ഒന്നാണിത്. ഭക്തിയോടുകൂടെയുള്ള ജീവിതത്തിന് അടിസ്ഥാനപരമായി ആവശ്യമായിരിക്കുന്നത് നീതിക്കായുള്ള വിശപ്പും ദാഹവുമാണ്. ഇപ്രകാരമുള്ള വിശപ്പ് മോശയിലും സങ്കീർത്തനക്കാരനിലും അപ്പോസ്തലനായ പൗലോസിലും നാം കാണുന്നു. വിശ്വാസിയുടെ ജീവിതകാലം മുഴുവനായുള്ള ആധ്യാത്മിക അവസ്ഥ, ദൈവസാന്നിധ്യം, ദൈവവചനം, ക്രിസ്തുവിലുള്ള കൂട്ടായ്മ, നീതി, രാജ്യത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ പുനരാഗമനം എന്നിവയ്ക്ക് വേണ്ടിയുള്ള അവൻ്റെ വിശപ്പിലും ദാഹത്തിലും ആശ്രയിച്ചിരിക്കും. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിശ്വാസിയുടെ വിശപ്പും ലൗകിക ഉത്കണ്ഠ, സമ്പത്തിൻ്റെ വാഞ്ച, വസ്തുവകകൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ലൗകിക സന്തോഷങ്ങൾ, ക്രിസ്തുവിൽ വസിക്കുവാൻ കഴിയാതായിരിക്കുക എന്നിവയാൽ നശിക്കപ്പെടുന്നു. ദൈവത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടിയും വിശ്വാസികളുടെ വിശപ്പ് ഇല്ലാതെയാകുമ്പോൾ അവർ ആത്മീയമായി മരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ബോധ്യം വരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ശരിയായി പ്രതികരിക്കേണ്ടവർ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നീതിക്ക് വേണ്ടി നിരന്തരം വിശന്ന് ദാഹിക്കുന്നവർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ തൃപ്തരാകും. നീതി എന്നതിന് വ്യക്തിപരമോ ധാർമ്മികമോ ആയ നീതിയും വിശാലമായ സാമൂഹിക നീതിയും അർത്ഥമാക്കാം. സ്വന്തം ജീവിതത്തിലും ചുറ്റുപാടുമുള്ള ലോകത്തിലും രണ്ടു തരത്തിലുള്ള നീതിക്കായി കാംക്ഷിക്കാൻ യേശു തൻ്റെ അനുയായികളെ വിളിക്കുന്നു. നീതി കാംക്ഷിക്കുന്നവർ സംതൃപ്തരാകുകയോ തൃപ്തരാകുകയോ ചെയ്യുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഒരു ആത്മീയ സംതൃപ്തിയാണ്. അത് ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നു. ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയുള്ളതുപോലെ തീവ്രമായ ആത്മീയ ആഗ്രഹത്തിനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യം അന്വേഷിക്കുക എന്നതാണ് നമ്മുടെ പ്രഥമ പരിഗണന. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള ക്ഷമയും പ്രത്യാശയും പ്രത്യേകിച്ച് വ്യക്തിപരമായ പോരാട്ടങ്ങളുടെയോ സാമൂഹിക അനീതിയുടെയോ സമയങ്ങളിൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. സ്നേഹപിതാവേ, നീതിക്ക് വേണ്ടിയുള്ള ആഴമായ വികാരാധീനമായ വിശപ്പും ദാഹവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വ്യക്തികൾക്കും സമൂഹത്തിനും ഈ ആഗ്രഹം ഈ ജീവിതത്തിലോ വരാനിരിക്കുന്ന അവൻ്റെ വംശത്തിൻ്റെ പൂർണ്ണതയിലോ ദൈവം തൃപ്തിപ്പെടുത്തും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.